പോലീസ് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബി.ജെ.പി. നേതാക്കൾ എപ്പോഴും സർക്കാരിനെ വെല്ലുവിളിക്കാറുണ്ട്. അത് കെ സുരേന്ദ്രനാവട്ടെ, ശോഭാ സുരേന്ദ്രനാവട്ടെ, വി മുരളീധരനാവട്ടെ, ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക. ഇതൊരു ടാഗ് ലൈനാണ് കേരള ബി.ജെ.പിയുടെ. അതിൽ അവർക്കുള്ളൊരു ആത്മവിശ്വാസം, ആ പോലീസ് അവരുടെ കൺട്രോളിലാണെന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക, ഞങ്ങൾ നോക്കാമെന്ന് പറയുന്നത്. മറ്റൊന്ന് കേന്ദ്രഭരണവും അവിടെയുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും അവരൊരു വെല്ലുവിളിയുടെ സമീപനം അവർ സ്വീകരിക്കാറുണ്ട്. മറ്റൊന്ന്, കേരള പോലീസിലെ RSS വൽക്കരണത്തെക്കുറിച്ചുള്ള LDF നിന്ന് തന്നെയുള്ള വിമർശനങ്ങൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. കേരള പോലീസ് RSS വൽക്കരിക്കപ്പെടുന്നത് എന്തിന്? ഒരു ഇൻ്റലിജൻസ് വിവരം ചോർന്നു വന്നായിരുന്നല്ലോ. ഒരു RSSകാരായ പോലീസുകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പും അവർ പ്രത്യേകമായി യോഗം ചേർന്നും കോട്ടയത്ത് ഒരു റിസോർട്ടിൽ യോഗം ചേർന്നുള്ള വാർത്തകൾ നമ്മൾ ഓർക്കുന്നുണ്ട്. അതിൽ അന്വേഷണം എന്തായി? ആ യോഗം ചേർന്ന ആളുകളേക്ക് പിരിച്ചുവിട്ടോ? അതിൽ നിന്ന് നടപടി സ്വീകരിച്ചോ? അങ്ങനെ യോഗം ചേരാൻ പറ്റുമോ കേരള പോലീസ് മാനുവൽ പ്രകാരം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആരും ചോദിക്കുന്നില്ല. മാധ്യമങ്ങൾ പോലും ചോദിക്കുന്നില്ല. മാധ്യമങ്ങൾ ചോദിക്കേണ്ട ആഭ്യന്തരമന്ത്രിയോടെയാണ്. ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങൾ അങ്ങനെ ഇപ്പോൾ അടുത്ത കാലത്തായി അധികം കാണുന്നില്ല. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള വാർത്ത, അപ്പോൾ കേരള പോലീസ് അസോസിയേഷൻ CPMൻ്റെ കയ്യിലാണ് എന്നൊരു ആക്ഷേപം കേൾക്കാറുണ്ട്. പാർട്ടി സെല്ല് പ്രവർത്തിക്കുന്നു പോലീസിനകത്ത് എന്നും ഒരാക്ഷേപം കേൾക്കാറുണ്ട്. അത് മുമ്പും കേൾക്കാറുള്ളതാണ്. CPM ഭരിക്കുന്ന കാലത്തേക്കും കേൾക്കാറുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും പാർട്ടിക്ക് പോലീസിനകത്ത് ഫാക്ഷനൊക്കെ ഉണ്ട്. അതൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ RSS പോലെ ഒരു വർഗീയ സംഘടനയ്ക്ക് പോലീസിനകത്ത് ഫാക്ഷൻ ഉണ്ടാകാമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മുമ്പ് നമ്മൾ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് പോലീസിൽ ഫാക്ഷൻ ഉണ്ട്. പച്ച വെളിച്ചം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയൊക്കെ ഓർക്കുന്നുണ്ടാവും. ആ വാർത്ത സൃഷ്ടിച്ചത് പോലും ഈ പറയുന്ന RSS ഫാക്ഷൻ ആണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഫാക്ഷൻ ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ചില പോലീസുകാരെ വേട്ടയാടാൻ വേണ്ടി അതിലൊരു കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിലൊരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അയാൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി നിരന്തരം കേസ് വാദിച്ച് അതൊരു വ്യാജ റിപ്പോർട്ടാണ്. അയാളുടെ ഒരു മേലധികാരി കൊടുത്തൊരു അയാൾ ചെയ്തെന്താണ്, അതായത് ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ മറ്റോ അറസ്റ്റിലാകുമ്പോൾ അയാളുടെ വാട്സപ്പ് പരിശോധിക്കുമ്പോൾ അതിൽ ഈ പോലീസുകാരൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അയാൾ ഏതൊരു വാഹനത്തിൻ്റെ വിവരം ചോദിക്കുന്നു, ഇയാൾ ആ മറുപടി കൊടുക്കുന്നു. സാധാരണ ഒരു പോലീസുകാരനും ഒരു പൊതുജനം തമ്മിലുള്ള സംസാരം മാത്രമാണ്. അതിൻ്റെ പേരിൽ ഇയാളെ പോപ്പുലർ ഫ്രണ്ടുകാരനായി മുദ്രകുത്തി ഒരു മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുക്കുകയും ഇയാളത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി കേസ് വാദിച്ച് അയാൾ റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്നുള്ള ഓർഡർ കിട്ടിയിട്ട് വേണ്ട 6-7 മാസമായി. ഇതുവരെ അയാൾ തിരിച്ചെടുത്തിട്ട് പോലുമില്ല. അപ്പോൾ ആ ട്രൈബ്യൂണലിൻ്റെ വിധിയിൽ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു ആരോപണം കെട്ടുകഥയാണ് എന്ന്. ആ ട്രൈബ്യൂണൽ വിധി പറയുന്നുണ്ട്. പക്ഷേ കെട്ടുകഥയല്ല, മോദി ഫാൻസ് 60% ഉണ്ട് എന്നിവിടെ ആര് വിളിച്ചു പറഞ്ഞു? ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറയുന്നു. കോട്ടയത്തെ റിസോർട്ടിൽ ഇവർ യോഗം ചേർന്നതിൻ്റെ ചിത്രം ഉൾപ്പെടെ പുറത്തു വരുന്നു. എന്നിട്ടും ഇവിടെ ഒരു നടപടിയൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ പ്രശ്നം ആർക്കാണ്? ശോഭാ സുരേന്ദ്രനാണോ പ്രശ്നം? അതിൽ ആഭ്യന്തരമന്ത്രിക്കാണോ പ്രശ്നം? കേരള പോലീസിനാണോ പ്രശ്നം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2, 60% പോലീസുകാർ മോദി ഫാൻസ് ആണെന്നുള്ളത് തള്ളലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന 10-15 ലക്ഷം മനുഷ്യരുണ്ട്. ശരിയാണ്, ഈ 3.5 കോടി ജനങ്ങളിൽ ഒരു 10% ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയോ കുറഞ്ഞൊക്കെ ഉണ്ടാവാം. ഇനി അല്ലാത്ത ആൾക്കാരിൽ മോദി ഫാൻസ് ഉണ്ടാവാം, ചിലപ്പോൾ RSSനോട് താല്പര്യമുള്ളവരുണ്ടാവും, വോട്ട് ചെയ്യാത്ത ആളുകളുണ്ടാവാം. പക്ഷേ 60% എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അത് പോലീസിൽ അത്രയും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം സംഘപരിവാറിനില്ല. സംഘപരിവാറിന് പോലീസിലുള്ള സ്വാധീനം ആളുകളുടെ എണ്ണം വെച്ചിട്ടല്ല, 60%, 70% എന്നുള്ളതല്ല. നിർണായക പൊസിഷനുകളിൽ ഇരിക്കുന്ന ആളുകൾ പലരും RSS അജണ്ട നടപ്പാക്കുന്നവരാണ് എന്നുള്ളതാണ്. അതിൽ ADGP മുതൽ പല തസ്തികകളിലിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ ആർക്ക് പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിക്കാൻ BJPക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എവിടെ നിന്നാണ് എന്നുള്ളതും ഭരിക്കുന്നവർ ആലോചിക്കേണ്ട കാര്യമാണ്. ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്ര സ്ട്രോങ് ഹോൾഡ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പോലീസ് പെരുമാറുന്നത് RSS അജണ്ടയ്ക്ക് അനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ 60% പോലീസുകാർ RSSകാരാണെന്ന് പറഞ്ഞാൽ അതിൽ വസ്തുതാപരമായ പ്രശ്നമുണ്ട്. ഇനി പോലീസിൽ നിന്ന് BJPക്കാർക്ക് വേണ്ട ഇൻ്റലിജൻസ് ചോർത്തി കൊടുക്കുന്ന പോലീസുകാരെന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് പറഞ്ഞ ഈ പറയുന്ന RSS ഫാക്ഷനിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ്റെ വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാവും. അത് അങ്ങനെ ചോരുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിവരം ചോരുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയാണ്. പക്ഷേ ഒരു വയർലെസ് മെസ്സേജ് ചോർന്നു, വയർലെസ് മെസ്സേജ് ചോരുക എന്ന് പറഞ്ഞാൽ ദേശദ്രോഹ പ്രവർത്തനമാണ്. അത്രയും ഗുരുതരമായ കുറ്റം ചെയ്ത ഒരാൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടി ഒരു MLAക്ക് മുഖ്യമന്ത്രി നേരിട്ട് പോയി കാണേണ്ടി വന്നു. അതിൻ്റെ പേരിൽ അയാൾക്ക് മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നു. ഒരു നാടാണിത്. അതിന് കേസെടുക്കാൻ ഇപ്പോൾ അവസാനം എന്തായത്? വേറെ ആരോ ഒരാൾ കോടതിയിൽ പോയി കോടതി പറഞ്ഞിട്ടാണ് കേസെടുക്കാൻ വിധിയായിട്ടുള്ളത്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കോടതി പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്ന ഒരു പോലീസാണത്. അപ്പോൾ ആ പോലീസിൻ്റെ നിയന്ത്രണം ആർക്കാണെന്നുള്ളത് നമ്മളിവിടെ ഒരുപക്ഷെ ഔട്ട് ഓഫ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരിക്കാം. അത് ഈ നാടിൻ്റെ ദുർഗതിയാണ് എന്നേ പറയാറുള്ളൂ.